പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് താളമേളങ്ങളുടെ മറ്റൊരു പൂരക്കാലം കൂടി വന്നണഞ്ഞിരിക്കുന്നു. ഒരു കഥ കേൾക്കാം. തലപ്പൊക്കം. അതിരാണിക്കാട്ടിലെ തിരുമണിക്കോവിലിൽ ഉത്സവമാണ്. 51 കൊമ്പന്മാർ അണിനിരക്കുന്ന ഗംഭീര പൂരം കാണാൻ മറ്റു കാടുകളിൽ നിന്നുള്ള പക്ഷികളും മൃഗങ്ങളും കാലേ കൂട്ടി എത്തിച്ചേരും. ചെമ്പൻ കരടിയും സംഘവും ചെണ്ട കൊട്ടും. ചിണ്ടൻ കുരങ്ങും കൂട്ടുകാരും താളം പിടിക്കും. മിന്നാമിനുങ്ങുകൾ ദീപാലങ്കാരം നടത്തും. അങ്ങനെ കാടിൻ്റെ മഹോത്സവം എല്ലാവരും ഒരുമിച്ച് കൊണ്ടാടുമ്പോൾ മൃഗങ്ങൾ തമ്മിൽ ഒത്തൊരുമയും സ്നേഹവും വർദ്ധിക്കുന്നു. 50 കൊമ്പന്മാരുടെ നടുവിൽ വമ്പൻ കൊമ്പൻ കെങ്കേമൻ തലയും പൊക്കി നിരക്കുമ്പോൾ തുടങ്ങിടുന്നു പൊടിപൂരം. താളം മേളം പൊടിപൂരം, തക്കിട തരികിട പൊടിപൂരം. അങ്ങനെയുള്ള പൂരത്തിൻ്റെ ദിവസമടുത്തു. കാക്കകളും കോഴികളും കാട് ശുചിയാക്കി. തത്തകളും മൈനകളും മയിലുകളും കൂടി കാടെല്ലാം അലങ്കരിച്ചു. എല്ലാവരും ഒത്തൊരുമയോടെ അണിനിരക്കുന്ന നേരത്ത് കൊമ്പനാനകൾക്ക് മാത്രം വല്ലാത്ത ഗമ. വെറുതെ വന്ന് ഞെളിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. മറ്റു കാടുകളിലെ പൂരങ്ങൾക്ക് പോകുമ്പോൾ അനേകം പഴക്കുലകളും കുട്ടക്കണക്കിന് പഴവർഗ്ഗങ്ങളും കരിമ്പുമെല്ലാം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. എന്തൊരു സ്വീകരണമാണെന്നോ ഞങ്ങൾക്കവിടെ ലഭിക്കാറ്. ചില്ലാരിക്കാട്ടിൽ സ്വർണം കൊണ്ടാണ് ഞങ്ങളെ അലങ്കരിക്കാറ്. ഇവിടെ മാത്രം ഞങ്ങൾക്കൊരു വിലയുമില്ല. കൊമ്പന്മാരിൽ ചിലർ മുറുപുറുത്തു. ചേട്ടന്മാർ, ഇതെന്തു വർത്തമാനമാണ് ഈ പറയുന്നത്? നമ്മുടെ കാട്ടിലെ പൂരത്തിന് നിങ്ങളെ പ്രത്യേകം നിറപറയും നിലവിളക്കും വച്ച് സ്വീകരിക്കണമോ? അതുപോലെ പഴവും കരിമ്പും മോഹിച്ചാണോ നിങ്ങൾ പൂരത്തിന് വരാറ്? അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? ബഹുമാനിക്കേണ്ടവരെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കണ്ടേ? വമ്പൻ കൊമ്പൻ കൊമ്പ് കുലുക്കി ചോദിച്ചു. മറ്റു മൃഗങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. പൂരത്തിൻ്റെ ദിവസമെടുത്തു. കൊമ്പന്മാരെ ആരും വിളിച്ചില്ല. പൂരത്തിൻ്റെ ദിവസം ആയിട്ടും അവരെ ആരും അന്വേഷിച്ചു പോയില്ല. താളവും മേളവും മുഴങ്ങിക്കേട്ടപ്പോൾ കൊമ്പന്മാർ കൊമ്പും കുലുക്കി പൂരപ്പറമ്പിലെത്തി. അപ്പോഴതാ 50ൻ്റെ സ്ഥാനത്ത് 101 വമ്പന്മാർ മനോഹരമായി അലങ്കരിച്ച് അണിനിരന്നിരിക്കുന്നു. കാട്ടുപോത്തുകളും കാട്ടുകാളകളും കാണ്ടാമൃഗങ്ങളും അണിഞ്ഞൊരുങ്ങി തലയുയർത്തി നിൽക്കുന്നു. മേളക്കാർ ആവേശത്തോടെ മുന്നിൽ നിന്ന് മേളം മുഴക്കുന്നു. കൊമ്പും കുഴലും താളവുമായി ഗംഭീരപൂരം. അഹങ്കാരികളായ കൊമ്പന്മാരെ ആരും കണ്ടതായി പോലും നടിച്ചില്ല. അവർ പരസ്പരം പറഞ്ഞു, പതിവിലും മനോഹരമായി അല്ലേ ഇത്തവണത്തെ പൂരം? കൊമ്പന്മാരൊന്നും വേണ്ട, ഈ മിടുമിടുക്കന്മാർ മതിയല്ലോ. നമ്മുടെ പൂരനായകന്മാരായി ഇനി മുതൽ ഇവർ മതി. അത് കേട്ട് അഹങ്കാരികളായ കൊമ്പന്മാർ വാലും താഴ്ത്തി മടങ്ങി.